മീനങ്ങാടിയിൽ ആവേശം അലയടിക്കും. അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ മേള ആവേശത്തിന് ഇനി 6 ദിവസം മാത്രം. ഈ സീസണിലെ ആദ്യ സെവൻസ് ഫുട്ബോളിന് മീനങ്ങാടിയിൽ വിസിൽ മുഴങ്ങുമ്പോൾ കാൽപന്ത് കളിയിൽ മായാജാലം തീർക്കുന്ന 24 പ്രമുഖ ടീമുകൾ മാറ്റുരയ്ക്കും. ആവേശം സംഘാടക സമിതി ഓഫീസ് മീനങ്ങാടി ജവൽ പ്ലാസ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ യൂത്ത് വിംഗും അമ്പലവയൽ ഫുട്ബോൾ ക്ലബ്ബും സംയുക്തമായി പുതിയ ഒരു മാതൃകയാണ് അവതരിപ്പിക്കുന്നത്. ജില്ലയുടെ ഫുട്ബോളിന്റെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന നിരവധി പ്രശസ്ത താരങ്ങളെ വാർത്തെടുത്ത മീനങ്ങാടിയിലാണ് ആവേശം ഫുട്ബോളിന്റെ ആദ്യ സീസൺ വേദിയാകുന്നത്. മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് ജില്ലയിലെ സകല മേഖലയ്ക്കുമുണ്ടായ പ്രതിസന്ധിയെ മറികടക്കുകയാണ് മേള കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ഒപ്പം സംഘടന തുടർന്നുവരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള പിൻബലവും. ആവേശം അഖിലേന്ത്യാ സെവൻസ് ഫ്ലഡ്ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘാടക സമിതി ഓഫീസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എ വിനയൻ ഉദ്ഘാടനം ചെയ്തു. മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് ശ്രീകണ്ഠഗൌഡ സ്റ്റേഡിയം മറ്റൊരു ഫുട്ബോൾ മത്സരത്തിന് കൂടി വേദിയാവുകയാണ്. വയനാട് ഫുട്ബോളിനെ എന്നും നെഞ്ചേറ്റിയ വിശിഷ്യ മീനങ്ങാടിയും അതിന്റെ സമീപ പ്രദേശങ്ങളും ഒട്ടനവധി ഫുട്ബോൾ താരങ്ങൾക്കും ഫുട്ബോൾ ക്ലബ്ബുകൾക്കും ജന്മം നൽകിയ, എന്നും ഫുട്ബോളിനെ ആവേശത്തോടുകൂടി മാത്രം നോക്കിക്കാണുന്ന ഈ പ്രദേശത്ത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരു പ്രമുഖ ഫുട്ബോൾ ടൂർണമെന്റ് വരുമ്പോൾ അത് പേരനർത്ഥമാക്കും വിധം ഈ നാട്ടിന് ഒരാവേശമായി മാറട്ടെ എന്ന് പ്രത്യാശിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. മികച്ച നിലവാരത്തിൽ സംഘടിപ്പിക്കുന്ന ടൂർണമെന്റിന് ഈ മാസം 22-ന് വൈകിട്ട് ആദ്യ വിസിൽ മുഴങ്ങും. പുഞ്ചിരി മീനങ്ങാടി എന്ന ഫുട്ബോൾ ക്ലബിലൂടെ നിരവധി പ്രമുഖ താരങ്ങളെ വാർത്തെടുത്ത മീനങ്ങാടി ഫുട്ബോൾ അക്കാദമിയിലൂടെ ജില്ലയുടെ ഫുട്ബോൾ പെരുമ പുറംലോകത്തെത്തിച്ച ഫുട്ബോളിന്റെ ഈറ്റിലമെന്നറിയപ്പെടുന്ന മീനങ്ങാടിയിൽ പുതിയൊരു ചരിത്രത്തിന് ഇതോടെ തുടക്കമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, മീനങ്ങാടി.